ഈ പ്രപഞ്ചത്തിന്റെ പരമാവധി ആവരണമായ അർശിന്റെയും മുകളിലുള്ള സ്ഥാനമുള്ള ആളാണ് മുഹമ്മദ്. ആ ആഴത്തെ നമുക്ക് മനസ്സിലാക്കാനോട്ട് കഴിയുകയില്ല. അല്ലാഹു പരമാധികാരിയാണ്, അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. ഇനിയിപ്പം നമുക്കത് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? നമ്മുടെ പാഠം ആരംഭിക്കേണ്ടത് നമ്മുടെ അറിവ്, നമ്മുടെ ബുദ്ധി എന്നതൊക്കെ വളരെ പരിമിതമാണ്. നിങ്ങൾ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു പാവം സാധനമാണ്. ഈ ബുദ്ധി ഒരു പാവമാണ്. ബുദ്ധി ഒരു പാവം. എന്തുകൊണ്ട്? ഒരു പാവത്തിന് നേർച്ചയാക്കിയാൽ അത് ബുദ്ധിക്കാണ് കൊടുക്കേണ്ടത്. കാരണം ബുദ്ധി ഒരു പാവമാണ്. എന്തുകൊണ്ട്? എവിടുന്നാണ് ഈ ബുദ്ധി ഉണ്ടായത്? എവിടുന്നാ ബുദ്ധി? ബുദ്ധി എന്നത് ഭൂമിയിൽ നിന്ന് മുളച്ച് പൊന്തിയതാണ് മനുഷ്യൻ. അല്ലാഹു അമ്പത്തക്കും നബാത്തൻ. ഭൂമിയിലെ സസ്യമാണ് മനുഷ്യൻ. മനുഷ്യന്റെ മെറ്റീരിയൽ, ഈ മെറ്റീരിയൽ ബേസ്മെന്റ് എന്താ? മണ്ണൊരു വലിയ സാധനം. ഒരു നിലക്ക് ഇബ്ലീസ് പോലും പറഞ്ഞതെന്താ? മണ്ണ് കൊണ്ട് പടക്കപ്പെട്ടവന് ഞാൻ എന്തിനാ സുജൂദ് ചെയ്യുന്നത്? അപ്പൊ അതിന്റെ ലോജിക്ക്, അതിന്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന കാര്യം, മണ്ണിന്റെ നിസ്സാര സാധനം. അതിൽ നിന്നുണ്ടായതാണ് എന്ത്? ബുദ്ധി ഇങ്ങനെ വന്നതാ, റൂഹ് ഇങ്ങനെ വന്നതാ. റൂഹിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യം ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. പിന്നെ ബുദ്ധിയും റൂഹും കൂടി ഒരു കോംപ്രമൈസ് ആവും. അങ്ങനെ റൂഹ് അതിന്റെ വെളിച്ചത്തെ കെടുത്തി കൊടുക്കും. ആർക്ക് വേണ്ടി? ബുദ്ധിക്ക് വേണ്ടി. പിന്നെ ബുദ്ധി മാത്രമാണ് വർക്ക് ചെയ്യുക, അതിന്റെ കൂടെ ഇല്ല. ബുദ്ധി ആവശ്യമല്ലേ? ആവശ്യമാണ്. പക്ഷെ ബുദ്ധി അവസാനത്തെ ആവശ്യമാണോ? ബുദ്ധി അവസാനത്തെ അവലംബമാണോ? ഉദാഹരണം പറയാം. ഒരു മനുഷ്യന് ഒരു മുടന്തുണ്ട്. അതേസമയത്ത് കാറ് കയറ്റിയാൽ മുടന്ത് അവിടെ ബാധകം. തന്നെ റൂഹും തന്നെ ബുദ്ധിയും തിരിഞ്ഞില്ല. നിന്റെ മുടന്ത് പ്രത്യക്ഷമാകുന്ന സ്ഥലം കാർ കയറ്റിക്കൊണ്ടുപോയാൽ മുടന്തല്ലാത്തൊരു വ്യത്യാസമില്ല. നിന്റെ കൂടെ ഇല്ല. നടക്കണമെങ്കിലാണ് എന്ത്? മുടന്ത് പ്രശ്നം. അതേസമയത്ത് കാർ കയറ്റിക്കൊണ്ടായാൽ മുടന്തൻ എന്ത്? മുടന്തനല്ലാത്തവനെന്ത്? മനസ്സിലാണ്? ഈ താഴേക്കുള്ള ഈ മെറ്റീരിയലിനെ തീരെ അവലംബിക്കാത്ത സാധനമാണ് റൂഹ്. റൂഹ് എന്താണെന്നാൽ എന്തിനേക്കാൾ വലുതാണ് എന്നത് ഉറപ്പ്. എന്തുകൊണ്ട്? മുഹമ്മദ് എന്ന മനുഷ്യന്റെ റൂഹാണല്ലോ ഏറ്റവും പ്രധാനം. അത് അർശിന്റെ മീതയാണെങ്കിൽ ജിൻസ് അർശിന്റെയും മീതയാകാവുന്ന ഒരു ജിൻസാണ് എന്ത്? റൂഹ്. അതിന്റെ കൂടെ ഇല്ല. അതാണ് നിന്റെ റൂഹിന് എന്ത് കഴിയുമെന്നല്ല, എന്തും കഴിയാവുന്ന ഒന്നാണ് റൂഹ്. കാരണം ഒരാളുടെ റൂഹിനെങ്കിലും എന്തിനേക്കാൾ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തിനേക്കാളും കഴിയാവുന്ന ഒരു സംഗതിയാണ് റൂഹ്. മനസ്സിലായ ഉദാഹരണം, ആനക്ക് പറക്കാൻ കഴിയില്ല, പക്ഷിക്ക് പറക്കാൻ കഴിയും. പക്ഷി പറന്നാലും പറന്നില്ലെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കച്ചിയുടെ ചിറകിന് ക്ഷതമേറ്റാലും ഇല്ലെങ്കിലും, ഈ ക്ഷതമേറ്റ പക്ഷിക്കുഞ്ഞ് പോലും ഈ ക്ഷതം മാറ്റിവെച്ചാൽ എന്തിനു കഴിയും? പറക്കാൻ കഴിയും. ആനക്ക് പറക്കാനേ കഴിയില്ല, ബുദ്ധിക്ക് പറക്കാനേ കഴിയില്ല. റൂഹിന് പറക്കാൻ കഴിയും. പറന്നിറങ്ങി വന്നതാണ് റൂഹ്. പറക്കാത്തത് ബുദ്ധി അവസാനം. അതാണ് നിരീശ്വരവാദിക്ക് സംഭവിച്ചത്. നിരീശ്വരവാദി ബുദ്ധി അവസാനത്തെ അവലംബമാക്കി. വലിയ അത്ഭുതം. ഞാൻ അത്ഭുതം കാണും. ഖുർആനിലെ മനുഷ്യൻ നന്നാവണമെന്ന് പടച്ചോനോട് ആദ്യം തന്നെ പറയാം, പടച്ചോൻ എനിക്ക് നന്നാവണം. അപ്പോൾ പടച്ചോൻ പറയാണ് സിറാത്തുൽ ലദീന, നിഅമത്ത് ചെയ്തവർ വഴിയിൽ വന്നാൽ നന്നാവും. നീ ബുദ്ധി അവലംബിക്കണമെന്ന് പഠിക്കണം എന്നല്ല പറഞ്ഞു. പഠിക്കൽ പോലും, പഠിക്കുക എന്നത് പോലും ഒരു അവലംബിക്കാവുന്ന സംഗതിയാവില്ല. ചിലപ്പോൾ പഠിപ്പിക്കുന്നതിൽ നിന്ന് പഠിക്കലുണ്ട്. അതിൻ്റെ കൂടെ ഇല്ല. പഠിപ്പിക്കലിൽ നിന്നൊരു പഠിക്കലുണ്ട്. ഓമന മുഹമ്മദിനെ ഓത്തിനയച്ചില്ല. എന്തുകൊണ്ട്? പ്രകൃതിയിൽ നിന്ന് സംവേദനക്ഷമത ഉൾക്കൊള്ളാണ് മുഹമ്മദ് വേണ്ടത്. പഠിപ്പിക്കുമ്പോൾ എപ്പോഴും ദുർബലത ഉണ്ടാവും. പഠിപ്പിക്കുന്നവന്റെ സ്റ്റേജ് അനുസരിച്ചാണ് പഠിക്കുക. സ്വയം പഠിക്കുകയാണെങ്കിൽ പരിധി എന്നല്ല.
പിന്നെ പഠിപ്പിക്കാൻ വന്നത് ജിബ്രീലാണ്. ജിബ്രീൽ എന്ന വലിയ ആളുമാണ്. ആൾക്കിത് കൊടുത്തത് അള്ളാഹു നേരിട്ടാണ്. അപ്പോൾ പിന്നെ മുഹമ്മദ് മാലിയത്തിലേക്ക് വന്നു. മുഹമ്മദിന് ഉസ്താദില്ല. ഉസ്താദ് ഉണ്ടായിരുന്നെങ്കിൽ പേക്കും. അമ്പിയാക്കൾക്കൊന്നും ഉസ്താദില്ല. അമ്പിയാക്കൾക്കൊക്കെ വഹയാണ്. എന്തുകൊണ്ട്? ഒരു ഉസ്താദ് നാശാക്കൂല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായപ്പം ഇപ്പം നമ്മളിപ്പോൾ ദാറുൽ ഖുർആൻ സ്ഥാപനം, അപ്പോൾ അതുപോലത്തെ സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങളിലൊക്കെ മാനേജ്മെന്റ് ഉസ്താദുമാരെ പറ്റി കുട്ടികളോട് ഒരു അഭിപ്രായം ചോദിക്കുന്ന മാസമാണ് ഷഅബാൻ. ഏതെങ്കിലും ഉസ്താദിനെ പറ്റി അഭിപ്രായം കേട്ടിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടോ, പഠിക്കുന്ന മനസ്സിലാക്കാൻ കഴിയാത്തതുണ്ടോ, ദുസ്വഭാവം ഉണ്ടോ, ഇതൊക്കെ എന്തിനാ ചോദിക്കുന്നത്? ആ ഉസ്താദ് നന്നായാലേ ഈ കുട്ടിയെ നന്നാവുള്ളൂ. അല്ലെങ്കിൽ മനസ്സിലായില്ല, ഈ കുട്ടി കേടുവരും. ഇത് ഉസ്താദില്ലാത്തവർക്ക് ബാധകമല്ല. ഉസ്താദില്ലാത്തവർക്ക് ബാധകമല്ല. അപ്പൊ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ഒരു പഠിപ്പിക്കതിൽ നിന്ന് പഠിഞ്ഞതാ. റൂഹ് അതല്ല. റൂഹ് വേണ്ടതൊക്കെ ഉൾക്കൊണ്ട് ഇങ്ങനെ ഇറങ്ങിയതാ. പിന്നെ അയാൾ കോംപ്രമൈസ് ആവും ആരോട്? ബുദ്ധിയോട്. ചിലപ്പോൾ ബുദ്ധി കോംപ്രമൈസ് ആവും ആരോട്? റൂഹിനോട്. അതന്നെ മൊയ്ത് ചെയ്തു, അതന്നെ ഒരു ഭാഷ. അതിനെന്തുകൊണ്ട്? റൂഹിന്റെ സ്വഭാവത്തിലേക്ക് ബുദ്ധിയെ കയറ്റി. റൂഹിന് തിന്നാൻ വേണ്ട, ബുദ്ധിക്ക് തിന്നണം. ബുദ്ധി ജസദിന്റെ ഭാഗമാണ്. ജസദിന് തിന്നണം. റൂഹിന് ഭക്ഷണം വേണ്ട. റൂഹിന്റെ ഭക്ഷണം ശുദ്ധമായി. മനസ്സിലാണ്ട് പറഞ്ഞത് അങ്ങനെയാണ്. അപ്പൊ ബുദ്ധിയെ എന്ത് ചെയ്യും? ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പുറത്ത് നടന്നോവർ ഇന്ത്യമല. അങ്ങനെ ഒരുപാട് ആളുകൾ ചിത്രത്തിലുണ്ട്. ഊണില്ല. 60 കൊല്ലമൊന്നും ഉറങ്ങാത്ത ആളുകളെ എനിക്ക് വായിച്ചിട്ടുണ്ട്. സത്യസന്ധമായ കാര്യമാണ്. 1978 ഷെയ്ഖ് ഹാഫിദുൽ മിസ്രി മരിക്കുന്നത്. അദ്ദേഹം 40 വർഷത്തിലേറെ ഇശാഇന്റെ ഉളൂ കൊണ്ട് സംസ്കരിച്ച ആളാണ്. അതിന്റെ അർത്ഥം അതിൽ പ്രയോഗമാണ്. അതിന്റെ അർത്ഥം ഉറങ്ങിയിട്ടില്ല, ഓർക്കവർക്കില്ല. എന്തുകൊണ്ട്? ബുദ്ധി അവിടേക്ക് കെറ്റിച്ചു. റോഹിന് തളർച്ച ഉണ്ടാവില്ല. റോഹിന് തളർച്ച ഉണ്ടാവില്ല. റോഹിന് തളർച്ച ഉണ്ടാകില്ല. റോഹ് ബുദ്ധിയോട് കോംപ്രമൈസ് ചെയ്യാതിരുന്നാൽ മതി. മനസ്സിലോട്ട് പറഞ്ഞത്. ഇപ്പൊ ആ അവസ്ഥയിലേക്ക് റൂഹ് ബുദ്ധിയോട് കോംപ്രമൈസ് ചെയ്താത്തൊരവസ്ഥയിലേക്ക് വരുമ്പോ ബുദ്ധി വഴിപ്പെടും. ആർക്ക്? റൂഹിന്. അതന്നെ മൊയ്തീൻ ഷേഖ്, റിഫായി ഷേഖ് ഒക്കെ ആ അവസ്ഥയ്ക്ക് നമുക്ക് എത്താൻ കഴിയില്ല. അപ്പൊ നമ്മൾ കിട്ടിയ തിന്നു. ഇപ്പൊ നമ്മള് എല്ലാവരോടും പറയും, എനിക്കൊന്നും തരരുത്, കണ്ട ഞാൻ തിന്നു. കണ്ട തിന്നാന്നുള്ള ദുർബലത അവസാനിച്ചിട്ടില്ല എന്നതിന് തെളിവാണ്. ബിരിയാണി ഉണ്ടാക്കിയിട്ട് എന്നെ വിളിക്കരുത്, കാരണം ഞാൻ വന്നാൽ ഞാൻ തിന്നു. അപ്പൊ എന്റെ അർത്ഥം എന്താ? ദുർബലത ബാക്കിയാണ്. അട്ടിമ്മലട്ടി വെച്ചാലും മനസ്സിലായില്ല. ഒരാൾ കഴിഞ്ഞ 2 മാസം മുമ്പ് എന്നോട് പറഞ്ഞു, ഒരു മാസം മുമ്പ് എന്നോട് പറഞ്ഞു, ഇന്നാളിന്നാള് പൈസ കണ്ടാടുക്കും. അപ്പൊ ഓന്റെ കണ്ണിൽ പൈസ കാണിച്ചു കൊടുക്കരുത്. നല്ല മനുഷ്യനാണ്, പക്ഷെ പൈസ കണ്ടാടുക്കും. ഒരു ഉപകാരത്തിന് പറ്റും. എന്തിന് ഇപ്പം മെഡിക്കൽ കോളേജിലേക്ക് വരാൻ അവൻ പോരും. 2 ദിവസം നടക്കണമെങ്കിൽ 4 ദിവസം വരും. പക്ഷെ പൈസ കാണിച്ചു കൊടുക്കരുത്. പൈസ കണ്ടാൽ കെട്ടും. ഓനെ നമുക്ക് എന്തിനും പറ്റും, പക്ഷെ പൈസ ഇട്ടെടുക്കും. ഇതൊരു ദുർബലതയാണല്ലോ. അതേപോലത്തെ മറ്റൊരു ദുർബലതയാണ് തിന്നാൻ കണ്ട തിന്നു. ദുർബലത അവസാനിച്ചിട്ടില്ല അവിടെ. അതേസമയത്ത് മശായിഖ്മാർ അങ്ങനെയല്ല. വലിയൊരു മശായിഖ്മാര് നമ്മൾ പറയണവരല്ല. യഥാർത്ഥ പൂർണ്ണതയിലെത്തിയ ഒരു മനുഷ്യന്റെ റൂഹിന് ബുദ്ധി വെളിപ്പെടും. ബുദ്ധി തിന്നണം എന്നറിയും. റൂഹിന് തിന്നും വേണ്ട. ഒരു കൊല്ലല്ല 1000 കൊല്ലം ജീവിച്ചാലും അവർക്ക് തിന്നേണ്ടി വരില്ല. അപ്പൊ ഒരു മലക്കിന്റെ മേലെയാവും. മലക്കിന് തിന്നേണ്ടാത്ത മലക്ക് തിന്നാതിരിക്കൽ വലിയ കാര്യമല്ല, തിന്നേണ്ട ആൾ തിന്നാതിരിക്കൽ വലിയ കാര്യം. അതിന്റെ കൂടെ മനസ്സിലായോ? തിന്നണ്ടാത്ത മലക്ക് ഇപ്പൊ കള്ളുടിച്ചില്ല, ഇതുപോലെ അത്ഭുതം. മനുഷ്യൻ കള്ളുടിച്ചില്ല, അത്ഭുതമാണ്. മലക്ക് വ്യഭിചരിച്ചില്ല, ഇതിന്റെ അത്ഭുതമുള്ളത് വിചാരിക്കണ്ട.
മനസ്സിലായില്ല. മലക്ക് വ്യഭിചരിച്ചിരുന്ന അത്ഭുതമല്ലല്ലോ. എന്തുകൊണ്ട്? ഷഹൂവത്ത് എന്ന സാധനം അല്ലാഹു തആല ആർക്കും കൊടുത്തിട്ടില്ല. സ്ത്രീകളോടുള്ള സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതിരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫില്ലതി വൽ ഖൈലിൽ മുസവ്വമ വൽ അൻആമി വൽ ഹർസ് ദാലിക മതഉൽ ഹയാത്തിദ് ദുനിയ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. മനുഷ്യൻ വികാരം അലങ്കാരമാണ്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ, പെണ്ണിനോടുള്ള അഭിനിവേശം മനുഷ്യന്റെ അലങ്കാരമാണ്. അപ്പൊ സ്ത്രീണാഭിനിവേശം, സ്ത്രീകളോടുള്ള താല്പര്യം, മനസ്സിലായില്ലേ? സ്ത്രീകളോടുള്ള താല്പര്യം മനുഷ്യന് അലങ്കാരമാണ്. അതേസമയത്ത് അത് ഈ തീരെ ഇല്ലാത്ത ആളാണ് ആര്? മലക്ക്. മലക്ക് വ്യഭിചരിക്കാത്ത അത്ഭുതമാണ്. മനുഷ്യൻ വിചാരിക്കാത്ത അത്ഭുതമാണ്. ജിബ്രീൽ ഉറങ്ങിയിട്ടില്ല, അത് അത്ഭുതമല്ല. അതേസമയത്ത് മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല, അത്ഭുതമാണ്. ആ അവസ്ഥയിലേക്ക് മനുഷ്യൻ മെരുക്കിക്കൊണ്ടുവന്നു ശരീരത്തിന് തിന്നണം, പക്ഷെ തിന്നില്ല. പിന്നെ ശരീരം സ്വീകരിച്ചു ആരെ? റൂഹിനെ. പിന്നെ തിന്നണ്ട അവസ്ഥയിലേക്ക് മനുഷ്യൻ ഉയരും. ഒന്നും പറ്റൂല, പക്ഷെ ഒന്നും പറ്റൂല. പറഞ്ഞത് മനസ്സിലായോ? ഇപ്പൊ ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി ഇതൊക്കെ പറയണം. അടിസ്ഥാനം ഒരിക്കലും ബുദ്ധിയല്ല. നിരീശ്വരവാദിക്ക് സംഭവിച്ചു പോയത് അവന്റെ അവസാനത്തെ അവലംബം ബുദ്ധിയാണ്. ബുദ്ധി എന്ന് പറഞ്ഞാൽ വിജ്ഞാനീയാത്ത മാത്രമേ ഉൾക്കൊള്ളൂ, അനുഭവജ്ഞാനം. റൂഹ് അങ്ങനെയല്ല. റൂഹ് അർശിന്റെ ഏരിയയിൽ നിന്ന് വരിക. അപ്പോൾ അതിന്റെ പരിസരം മുഴുവൻ അയാൾ പലതും കണ്ടിട്ടുണ്ടാവും. പിന്നെ വളരെ സോഫ്റ്റും വളരെ നൈസും വളരെ എന്താ പറയുക പ്യൂറായ സാധനം കൊണ്ട് ആയതുകൊണ്ട് അന്ന് റൂഹിന് ഭൂമിയിൽ വന്നിട്ട് ഉള്ള റൂഹിന്റെ കോടാനക്കോടി ഇരട്ടി പവർ ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ ഇല്ല. അതായത് വരുന്ന സമയത്ത് പ്യൂർ റൂഹാണ്. ഇവിടെ വന്നപ്പോൾ റൂഹന്നെ നാശായി. മുക്കുവന്റെ വീട്ടിലേക്ക് പെണ്ണിനെ കെട്ടിച്ചപ്പോൾ ആദ്യത്തെ ദിവസം കരിഞ്ഞുപോയി. മനസ്സിലായില്ല? മുക്കുവന്റെ വീട്ടിലേക്ക് മുള കെട്ടിച്ചു. അപ്പോൾ ആദ്യത്തെ ദിവസം പെണ്ണ് കരിഞ്ഞുപോയി. എങ്ങനെയാണ് പെടുന്നത്? ഒരു മണിക്കൂർ നിൽക്കാൻ പറ്റില്ല. പഠിച്ചോനെ, എന്തോ ഒരു വൃത്തിയിട്ട വാസനയാണ്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് സൽക്കാരത്തിന് വിളിക്കാൻ വേണ്ടി കൂട്ടം കൂടുമ്പോൾ വന്നപ്പോൾ അച്ഛനൊന്നുമില്ല. അപ്പൊ അരി വന്നോര് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം. മനസ്സിലാണ്ട് പറഞ്ഞത് പെൺകുട്ടി അപ്പോഴത്തേക്കും കോംപ്രമൈസ് ആയി. ആരോട്? അവിടുത്തെ അറ്റ്മോസ്ഫിയറിനോട്. അന്ന് വരുന്ന റൂഹിന് ഇന്നത്തെ റൂഹിന്റെ കോടാന കോടി ഇരട്ടി കഴിവുണ്ട്, പവറുണ്ട്. ഇവിടെ വന്നപ്പോൾ റൂഹ് താഴ്ന്നു. ആരിലേക്ക്? ബുദ്ധിയിലേക്ക്. ചിലര് താഴാൻ സമ്മതിക്കൂല. മുതലായ റമദാനിൽ 30 നാളിലും മുല കുടിക്കും കാലം മുലയെ തൊടാത്ത എന്തേ? റൂഹിന്റെ കരുത്താണ്. ഇതൊന്നും വെറുതെ വർത്താനാന്ന് പറയുന്നത്. ഇതൊക്കെ താരീഖുകളാണ്. താരീഖൻ നിശ്ചയിച്ചാൽ മനുഷ്യ ചരിത്രത്തിന് യാഥാർത്ഥ്യം ഉണ്ടാവില്ല. അത് റൂഹിന്റെ അവസ്ഥയെ ആര് സ്വീകരിച്ചു? ബുദ്ധിയോടനുബന്ധിച്ച ജസദും സ്വീകരിച്ചു. എന്നാ പിന്നെ വേണ്ട. റൂഹ് പറഞ്ഞു കുടിക്കാൻ പറ്റൂല. അപ്പൊ ബുദ്ധി കുടിച്ചില്ല, ശരീരം കുടിച്ചില്ല, ബുദ്ധി സമ്മതിച്ചില്ല. മൂപ്പരല്ലേ വലിയ ആൾ, മൂപ്പര് പറയണം കുടിക്കണ്ട, എന്നാ വേണം കുടിക്കണ്ട. ശരീരവും പറഞ്ഞു. മറ്റു റൂഹ് നേരെ മുറിഞ്ഞു ബുദ്ധിയിലേക്ക്, ശരീരത്തിലേക്ക്. നമുക്കൊക്കെ പറ്റിയ നമ്മൾ കെട്ടുകൊടുക്കും, നമ്മൾ തോന്നിയാസം ചെയ്യും, നമ്മൾ തിന്നാൻ കിട്ടിയൊക്കെ തിന്നും. പള്ളർച്ച തിന്നതിന് ശേഷം ബുദ്ധിയും കണ്ട കാലം വരെ ഒന്നും കിട്ടാത്ത മാതിരി തിന്നു. മനസ്സിലായില്ലേ? മട്ടൻ ബിരിയാണി പള്ള നിറച്ചിട്ടാണ് എണീറ്റത്. അപ്പൊ പിന്നെ കയ്യേകി വരുമ്പോഴാണ് പുഡിങ്ങും ആളുകൾ തിരക്കാണ്. അപ്പൊ നമ്മൾ പുഡിങ് വാങ്ങിട്ടാണ്. എന്തുകൊണ്ട്? മുദ്ദത്തെ ശരി 1 മാസം വെള്ളം തന്നെ കിട്ടാത്ത മാതിരിയാണ്. എന്ത് എന്റെ അതിന്റെ ഓന്റെ ശരീരം അങ്ങനെയാണ്. ഇതൊന്നും റൂഹ് സമ്മതിക്കൂല. നേരത്തെ റൂഹ്, ഇപ്പത്തെ റൂഹിന് പ്രശ്നമല്ല. ഇപ്പൊ റൂഹ് മുക്കുവന്റെ മകളായി, ഇപ്പൊ മരുവളായി മാറി. പറഞ്ഞ മനസ്സിലായി. വളരെ ഒക്കെ തന്നെ കൊടുത്തിട്ട് ചിന്തിക്കണം. മുഹമ്മദ് എന്ന ആൾ അർഷിനും അർഷായിട്ടാണ് ജീവിച്ചു പോയത്.
പിന്നെ ഈ മനുഷ്യനെ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? നമ്മളൊക്കെ ബുദ്ധിക്ക് വഴിപ്പെട്ട റൂഹ, അതായത് ഗ്രഹണം ബാധിച്ചു നമ്മുടെ റൂഹിന്. അങ്ങനത്തെ നമുക്ക് ഗ്രഹണം ബാധിക്കാത്ത വ്യക്തിയെ മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയില്ല, ഒരിക്കലും കഴിയില്ല. നമുക്ക് മുഹമ്മദ് മുസ്തഫ മനസ്സിലാക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ മനുഷ്യന്റെ അകലുകൾക്ക് അനുസരിച്ചേ അവനോട് പറയാൻ പറ്റുള്ളൂ. എനിക്കെന്നെ മനസ്സിലാവുന്ന ചില കാര്യം മുഴുവനും ഞങ്ങളോട് അറിയില്ല. എന്തുകൊണ്ട്? അവരോട് പറഞ്ഞാൽ സ്വീകരിക്കൂല, ഉൾക്കൊള്ളൂല, അറിയില്ല. എനിക്ക് കിട്ടിയത് തന്നെ, എനിക്ക് കിട്ടിയ ആ അറിവ് തന്നെ അറിവിന്റെ 10,000-ൽ ചെറിയൊരംശം മാത്രമേ ഇരിക്കും. അതുപോലും ഞാൻ കേട്ടിട്ട് നിങ്ങളോട് അറിയില്ല. എന്തുകൊണ്ട്? നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ യഥാർത്ഥ അറിവോ എവിടെയായിരിക്കും? ഈ മനുഷ്യന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് മനസ്സിലാക്കാൻ കഴിയില്ല. മുഹമ്മദ് എന്ന മനുഷ്യനെ നമ്മൾക്ക് ഒരു മുഹമ്മദ് എന്ന മനുഷ്യന് ഒരു മന്ദബുദ്ധിയെ പോലെ അല്ലാതെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അല്ലെങ്കിലും ഇത്തിബാഴാണ് പ്രധാനം. ഇത്തിബാഴ് എന്നാൽ അന്ധമായ പിൻപറ്റലാണ്. മനസ്സിലായില്ല. ഇത്തിബാഴ് ചെയ്യാനാ പറഞ്ഞത്. ഇത്തിബാഴ് ചെയ്യുന്നത് ഇങ്ങോട്ട് നോക്കി. ഇത്തിബാഴ് ചെയ്യുന്നത് എന്താണ്? ഇത്തിബാഴ് എന്നാണ് വാക്കിന്റെ അർത്ഥം. പിൻപറ്ററിന്റെ അർത്ഥം മലയാളങ്ങളോട് പറയണ്ട. നിങ്ങൾ മനുഷ്യന്മാര് പറയുന്ന അർത്ഥം പിൻപറ്റാറുണ്ട്. എന്താ പിൻപറ്റാറ്? അവർക്ക് ബുദ്ധി അടിമപ്പെടുത്താം. ഞാൻ ഇപ്പം ഇവിടുന്ന് ക്ലാസ്സിന് കഴിഞ്ഞൊരു തന്നെ നിങ്ങളൊക്കെ എൻ്റെ ഇത്തിബാഴ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോകാറോ നിങ്ങളോട് എവിടുക്കുന്നവരെ നിങ്ങൾ ചോദിക്കാൻ പാടില്ല. നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ഇത്തിബാഴ് ചെയ്യുന്ന ആളുകളുമല്ല. നിങ്ങൾക്ക് അത്രയും സത്യസന്ധനാണെന്ന് വിശ്വാസമുള്ള ഒരാളങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമർപ്പിച്ചു. ഈ ആൾ അത്ര വലിയ ഒരു ഭയങ്കര ലെജൻഡ്, ഭയങ്കര ഉഷാറുള്ള ആളാണ്, സത്യസന്ധനാണ്, 100% അബദ്ധം പിണയാത്ത ഒരാളാണെന്ന് നിങ്ങൾ വിശ്വസിച്ചാലേ ഇത്തിബാഴ് എന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വ്യക്തി ചോദ്യം ചെയ്യാൻ വരെ പാടില്ല. എന്തുകൊണ്ട്? ചോദ്യം ചെയ്ത പിന്നെ ഇത്തിബാഴല്ല. പോകാറോ എവിടേക്ക് പോണ്, എന്താ വർത്താനം, അപ്പൊ പിന്നെ ഇത്തിബാഴ്. അതായത് നിങ്ങൾ ഞങ്ങളെ കൊണ്ടുപോയി പെടുത്തുമോ? അതല്ല, നിങ്ങൾ അപകടത്തിൽ പെടുത്തൂലെന്ന് ഞങ്ങൾക്കൊരു ഉറപ്പൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞിരുന്നാൽ അവിടെ എന്തല്ല അത്? ഇത്തിബാഴല്ല. പൂർണ്ണത എത്തിയ ഒരു റൂഹിന് പൂർണ്ണത എത്താത്തവർ സമർപ്പിക്കണം. അതിന്റെ താഴെയുള്ളവർക്ക് മുഴുവനും അത് അന്ധവിശ്വാസമാണ്. ഇപ്പൊ ഇസ്ലാം നിരീശ്വരവാദിക്ക് അന്ധവിശ്വാസമായിരിക്കും. നീ അന്ധവിശ്വാസമല്ലാതെ സത്യവിശ്വാസമാക്കി പറഞ്ഞു കൊടുക്കാൻ നമുക്കൊണ്ട് കഴിയൂല. നമുക്ക് പോലും അറിയാത്തത് ഒരാളെ പിൻപറ്റിയത്. ആ ആള് എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത് വരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ മുഹമ്മദ് നബിയെ എങ്ങനെ ഉൾക്കൊണ്ട്? നിങ്ങൾ മുസ്ലിമാണോ കാഫറാണോ എപ്പോൾ തീരുമാനിച്ചത്? നിങ്ങൾ മുഹമ്മദ് നബിയെ എങ്ങനെ ഉൾക്കൊണ്ട്? എന്താണോ അവിടുന്ന് ഉദ്ദേശിച്ചത് അതിനെല്ലാം ഞാൻ വാസ്തവമാക്കി. അതെന്താണ് എനിക്കറിയേണ്ട ആവശ്യമല്ല. ഇതിന് അന്ധവിശ്വാസം എന്താ പറയാ? അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അന്ധമായി വിശ്വസിക്കൽ. അത് നമ്മളൊരു നെഗറ്റീവ് പൊസിഷനിൽ കൊണ്ടുവന്ന് വെച്ചപ്പോഴാണല്ലോ ആ പദം മോശമായത്. അത് പോസിറ്റീവ് മോഡലും മർത്തബയിലും കൂടെ വെക്കാലോ. അപ്പൊ നിങ്ങൾക്ക് അത്രയും എന്നെ ഉറപ്പാണെങ്കിൽ നിങ്ങൾ എൻ്റെ പിന്നാലെ നടക്കുന്നു. നോക്കാൻ അന്ധവിശ്വാസമല്ലേ? നിങ്ങൾക്ക് ന്യായം പറയുന്നില്ല. നിങ്ങൾ പോകുമ്പോ ഞാനും നിങ്ങളും പോവുകയാണ്. എന്ത് പോവുക? ഇങ്ങനെ പോയി. അപ്പൊ നിങ്ങളെ ഷമീറിന്റെ ചങ്ങായി വിളിച്ചു ചോദിച്ചു, എവിടുക്കാന്ന് എനിക്കറിയോ? എവിടുക്കാന്ന് എനിക്കറിയില്ല. എടുക്കാന്ന് അനക്കും അറിയില്ലെങ്കിൽ ആ ചങ്ങായി എന്താ എന്നോട് പറയാം, എവിടുക്കാണ് ഈ പോണത് വരെ എനക്കറിയാതെ എന്തിനാണ് നമുക്ക് പോണെന്ന് വെച്ചാൽ എന്താ മറുപടി? മതം മൊത്തം അന്ധവിശ്വാസം. ഞാൻ പറഞ്ഞ നെഗറ്റീവ് അല്ലാതെ
പോസിറ്റീവാണ്. അതായത് മതം പറയുന്നതൊക്കെ മതത്തിന് നിന്നെ എത്തിച്ചേർക്കേണ്ട ഇടം നിനക്കറിയുമെങ്കിൽ നീ എന്തിനാ വ്യക്തിയെ പിൻപറ്റുന്നത്? എനിക്കെന്നെ നിങ്ങൾ എന്റെ കൂടെ ഇല്ല. മുഹമ്മദ് നബി എത്തിച്ചേർന്നിടത്തേക്ക് നീ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ അവലംബിക്കണം എന്തിനാ? എനിക്കത് പോയിക്കൂടെ? അപ്പൊ മുഹമ്മദ് എന്ന ആളെ നീ അവലംബിക്കുമ്പോൾ നീ അവിടെ ആരാ? അന്ധവിശ്വാസിയാണ്, 100% അന്ധവിശ്വാസിയാണ്. ഞാനിവിടെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അന്ധമായി, അതായത് നിനക്ക് കണ്ണ് അവിടെ വേണ്ട. അപ്പൊ കണ്ണ് കുരുടൻ എന്ത് ചെയ്യാണല്ലോ? അയാളുടെ കൈ പിടിച്ചവൻ അന്ധമായി അയാൾ പിൻപറ്റില്ലേ? കാരണം അയാൾക്ക് എന്തുണ്ട്? അയാളുടെ വെളിച്ചല്ലായ്മ എന്നതാണ് അയാളുടെ മർത്തബ. അപ്പൊ അയാൾ പിൻപറ്റണം. എന്ത്? ഇയാൾ കണിച്ചിട്ടാണ് കൊണ്ടുപോയിട്ടെങ്കിൽ ഇയാൾ കണിച്ചിൽ വീഴും. പക്ഷെ ഇയാൾക്ക് വിശ്വാസമാണ്. എന്ത്? എന്റെ മകനാണ് എന്റെ കൈ പിടിക്കണത്, എന്റെ മോളാണ് എന്റെ കൈ പിടിക്കണത്, എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ് എന്റെ കൈ പിടിക്കണത്, അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനാണ്, അയാൾ എന്നെ കണത്തിലേക്ക് കൊണ്ടുപോയി തള്ളിയിടൂല എന്ന വിശ്വാസപ്പുറത്ത് മാത്രമല്ല ഇയാൾ പോണേ. കിണറിങ്ങനെ കാണുമ്പോഴത്തിന് നടക്കൂലട്ടോ, ആ ജാതി വളവൊന്നും ഇന്നെ കൊണ്ടമേ നടക്കൂല, പോടാന്ന് പറഞ്ഞാൽ കുരുടനോ അല്ലല്ലോ. പിരിവർത്ത മണിക്കുരുടനായി നോക്കിയല്ലേ? നിങ്ങളിന്റെ കൂടല്ല. ഒറിജിനൽ കുരുടന് കാണാൻ കഴിയില്ല. അപ്പോൾ അയാൾ അന്ധമായി വിശ്വസിക്കാണ്. ആര്? കൈടോ ഇതന്നെല്ലോ മതം. സ്വയം കണ്ണുണ്ടെങ്കിൽ എന്തിനാ ഇയാള്? സ്വയം നിനക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ നബി എന്തിന്? അപ്പൊ മനുഷ്യനൊന്നും കണ്ണില്ല, എത്തേണ്ടതിനെ കുറിച്ച് ഒരു ഉറപ്പുമില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധരെന്ന് അള്ളാഹു സർട്ടിഫൈ ചെയ്ത ഒരാളെ നമ്മൾക്ക് അയച്ചു. ഇനി നമുക്ക് എന്തേ ഉള്ളൂ? പറയുന്നത് അന്ധവിശ്വാസം, അന്ധമായി പിൻപറ്റൽ. അല്ലാതെ മതം അന്ധവിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ നിരീശ്വരവാദികളോട് വാദപ്രതിവാദം നടത്തരുത് എന്ന് പറയുന്നത്. ഒരു ദിവസം നീ ജയിച്ചാൽ അടുത്ത ദിവസം നീ തോൽക്കും. എന്തുകൊണ്ട്? അവർ കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടതിനെ കാണിച്ചു കൊടുക്കാൻ നിനക്ക് ഒരിക്കലും കഴിയില്ല. എന്തുകൊണ്ട്? നിന്റെ അക്കലിനെ പുറത്താണ് കാര്യം. അക്കലിന്റെ പരിധിയിലാണെങ്കിൽ അത് മതമല്ല. ഞാൻ നിരീശ്വരവാദികളോട് വാദപ്രതിവാദം നടത്തുന്നതിന് എതിരാണ്. പിന്നെ നടത്താം അത്രയും വലിയ ജ്ഞാനികളായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര്, സൂഫികള്, മഹർഷികള് അവർക്ക് നടത്താം. കാരണം അവർക്ക് ദൈവിക സിദ്ധി ഉണ്ടാവും. എന്താ കണ്ട് കാണിച്ചു തരാൻ പറ്റും. സംഭവം പറയാം. നിസ്കാരത്തിന് ഇമാമ നിൽക്കുന്നതിനിടയിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു ഒരടി മുന്നോട്ട് വെച്ചു, പിന്നെ അടി പിന്നോട്ട് വെച്ചു, നിസ്കരിച്ചു. നിസ്കാരം. അപ്പോൾ സ്വഹാബികൾ നിസ്കാരത്തിന്റെ അമലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ അവർ ചോദിച്ചു, നബി ഒരടി മുന്നോട്ട് വെച്ച് പിന്നെ നിസ്കാരത്തിനിടയിൽ പിന്നോട്ട് ഞങ്ങൾക്ക് നിസ്കാരത്തിലാണ് അങ്ങനെ ചെയ്ത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ട് ഇപ്പോൾ അങ്ങനെയും കണ്ടു, അതെന്തേ? അപ്പോൾ പറഞ്ഞു എനിക്ക് ഒരു പഴക്കുല സ്വർഗത്തിൽ നിന്ന് ഈ മെഹ്റാബിന്റെ ഇടയിൽ ഒരു പഴക്കുല കാണിച്ചു. ഞാൻ ആ പഴക്കുല എടുത്തു വെക്കാൻ വേണ്ടി കൈ ഒരടി മുന്നോട്ട് വെച്ചു. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു, എന്ത്? സ്വർഗത്തിലെ പഴക്കുല, അതിന്റെ പ്രത്യേകത ആ പഴം ഒരിക്കലും അവസാനിക്കൂല എന്നതാണ്. മനസ്സിലായില്ല? ഒരു പഴമായി നിർത്താൽ അടുത്ത പഴം അവിടെ തന്നെ. അത് പിന്നെ തക്കൂനു ഫിത്നതൻ, എനിക്ക് ശേഷം നിങ്ങൾക്കൊരു ഫിത്നയായി മാറും. അതുകൊണ്ട് ഞാനത് നബീന്റെ പേര് തല്ലുണ്ടാവും. എന്ത്? മദീനത്തെ പഴക്കൊലുണ്ട്, അതിലൊരു പഴാണിതെന്ന് പറഞ്ഞ ഒരാൾ നിങ്ങൾക്ക് കൊണ്ടുവന്നാൽ തന്നെ നിങ്ങൾ അത് അംഗീകരിക്കില്ല. ഇവിടെ നമ്മൾ ഈ മനുഷ്യനെ വിശ്വസിക്കൂലെങ്കിൽ ഇതിനെന്താ അർത്ഥം? ഈ മനുഷ്യൻ നേരല്ലാത്തൊരു കാര്യം നമ്മളോട്
പറയില്ല എന്ന് ഉറപ്പില്ലാത്തൊരു വ്യക്തിക്ക് നമ്മൾ ഇനി എന്താ പറയാ? ഇതിനെപ്പറ്റി, ഈ അതീതിനെ പറ്റി, ബുഖാരി എന്നൊരു അതീതിനെ പറ്റി ഒരു നിരീശ്വരവാദി ചോദിച്ചാൽ എന്താ മറുപടി? എന്തായാലും മറുപടി എന്താ മറുപടി അറിയാം? അവിടെ എപ്പോഴും എന്ത് പറഞ്ഞാലും അയാൾക്ക് പഴുതുണ്ടാവും. അയാളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്കൊണ്ട് സ്വന്തം കഴിവ് അംഗീകരിക്കലാണ് നിരീശ്വരവാദം. സ്വന്തം കഴിവുകൾ അംഗീകരിക്കലാണ് മതം. നിങ്ങളെന്റെ കൂടെയില്ല. മതത്തെയും നിരീശ്വരത്തിൽ നമ്മൾ അന്വേഷിച്ചാൽ സ്വന്തം കഴിവ് അംഗീകരിക്കൽ മതവും, സ്വന്തം കഴിവുകൾ അംഗീകരിക്കൽ, സ്വന്തം കഴിവ് അംഗീകരിക്കൽ നിരീശ്വരവാദവും, സ്വന്തം കഴിവുകൾ അംഗീകരിക്കൽ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ബാത്താർഷി എന്ന വരി വന്നതുകൊണ്ടാണ് വിശദീകരിച്ചത്. അപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അർശിന്റെ മേലുള്ള ഒരാളാണ്. മനസ്സിലായോ? അതായത് അർശിനും അപ്പുറത്താണ്. ഈ മനുഷ്യന് കൊടുത്തതിന്റെ ഒരു 10% 1% പോലും അള്ളാഹു അർശിന് കൊടുത്തിട്ടില്ല. ചരിത്രത്തിൽ ഒരു 63 വയസ്സ് ജീവിച്ച ഒരു വ്യക്തി ഇങ്ങനെ ആയത് എങ്ങനെ എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല. അപ്പോൾ പിന്നെ ആ മനുഷ്യൻ ചെയ്ത ഒരു കാര്യത്തിന് മറുപടി ഉണ്ടാവില്ല. ഒന്നിനും മറുപടി ഉണ്ടാവില്ല. ആ മറുപടിയൊക്കെ നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്തേക്കും. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഹബീബ റസൂലുള്ളാഹി 9 വയസ്സിൽ കല്യാണം കഴിച്ചു. സപ്പോസ് മനസ്സിലായില്ലേ? ഒരു 2 തർക്കമുണ്ട്. ആ തർക്കത്തിന്റെ ഭാഗമല്ല ഇപ്പൊ ഞാൻ ഈ പറയുന്നത്. നീ തിരിച്ച് ഒരു ഭാര്യ ഭർത്താവ് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നപ്പോൾ റസൂലുള്ളാഹി എന്ത് പറഞ്ഞു? വയറ്റിലുള്ളത് പെൺകുട്ടിയാണ്, പ്രസവിച്ചാൽ എനിക്ക് കിട്ടിച്ചേരണം എന്ന് പറഞ്ഞാൽ എനിക്കതിൽ അത്ഭുതമല്ല. എന്തുകൊണ്ട്? അവരെന്ത് ഉദ്ദേശിച്ചിട്ടുണ്ടാവും? നമ്മളെ ബുദ്ധിക്ക് അപ്പുറം. ഈ മനുഷ്യൻ എന്ത് നമ്മളെ ബുദ്ധിക്ക് അപ്പുറത്താണ്. ഈ മനുഷ്യൻ എന്ത് ചെയ്താലും ബുദ്ധിക്കപ്പുറത്താണ്, എന്ത് ചെയ്താലും ബുദ്ധിക്കപ്പുറത്താണ്. പിന്നെ ബുദ്ധിയിലേക്ക് ചിലപ്പോൾ ആ വ്യക്തിക്ക് ഇറങ്ങി വരാൻ കഴിഞ്ഞേക്കാം. അത് മനുഷ്യനെ കഴിയുക മനസ്സിലായില്ല. എന്നാലും ബുദ്ധിക്കപ്പുറമുള്ളതും ഈ മനുഷ്യൻ ചെയ്തു നോക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ല? ബുദ്ധിക്കുള്ളിലുള്ളതും ചെയ്യാം, ബുദ്ധിക്കപ്പുറത്തുള്ളതും ചെയ്യാം. കാരണം ഈ മനുഷ്യൻ ബന്ധം മേലേക്കാണ്, നമുക്ക് ബന്ധം താഴേക്കാണ്. മുഹമ്മദ് എന്ന ഒരാൾക്ക് മനസ്സിലാവുണ്ട് പറഞ്ഞത്. മുഹമ്മദ് എന്ന ഒരാൾക്ക് ഉദാഹരണം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പാറക്കല്ലിൽ ജനങ്ങൾ ആവശ്യപ്പെട്ട് 12 ഗോത്രങ്ങളാണ് അസ്ബാത്ത്. ആ 12 ഗോത്രക്കാരാണ് മൂസാനബിയുടെ ജനത. അവരൊരിക്കൽ വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ ഒരു കല്ലിൽ അടിച്ചിട്ട് എന്ത് ചെയ്തു? ഉറവ പൊട്ടി. എത്ര ഉറവ പൊട്ടി? എത്ര ഉറവ പൊട്ടി? 12. ഈ ഇവരിങ്ങനെ ഏരിയകൾ മാറി മാറി താമസിക്കുന്നതിനനുസരിച്ച് ഈ കല്ല് ഏറ്റുകൊണ്ടു. ആ കല്ല് വെള്ളം ഇങ്ങനെ വന്നു കൊടുക്കും. അതെങ്ങനെ വെള്ളം വരിക? ഇന്നിപ്പോ ഈ കല്ലിനെ പറ്റി പറഞ്ഞാൽ അന്ധവിശ്വാസമായി പറയും. ഒരിടത്ത് വെച്ച ഒരു പാറയല്ല ഇത്. ഈ പാറയെ ആവശ്യപ്രകാരം അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതിന് എന്ത് ചെയ്യും? ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ് ആ പാറയിൽ എത്ര ഉറവ? 12 ഉറവകൾ അതിൽ പൊട്ടിയിട്ടുണ്ട്. അപ്പം ഇസ്രായേലി ജനത ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയക്ക് മാറും. സിനായ് മരുഭൂമി മൊത്തം അവർ താമസിച്ചു. ഏകദേശം 60,000 ചതുരശ്ര കിലോമീറ്റർ ആണ് എന്ത്? സിനായ് മരുഭൂമി. ഈ സിനായ് മരുഭൂമി മുഴുവൻ അവർ മാറി 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 താമസിച്ചിട്ടുണ്ട്. ഈ മാറി താമസിക്കുന്നതിനൊക്കെ അനുസരിച്ച് ഈ കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കൊണ്ടു. അപ്പോഴെല്ലാം എന്ത് ചെയ്യും? വെള്ളം വരും. വെള്ളം അങ്ങനെ വരും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എവിടുന്ന ഈ വെള്ളം വരുന്നത്? ഭൂമിയിൽ വെച്ചതാണെങ്കിൽ മനസ്സിലാക്കാം. എന്ത്? ആ ഭൂമിന്റെ അടിയിൽ നിന്ന് വെള്ളം വരുന്നത്. ഇത് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ല. ഇതാണ് ഒരു താരിഖ്. ആവശ്യത്തിനനുസരിച്ച് ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് ഈ പാറക്കല്ല് നീക്കിക്കൊണ്ടുപോകാനായി ഉണ്ടാകുന്ന ഒരു ചരിത്രപക്ഷം. ആ പക്ഷം അനുസരിച്ച് ചിന്തിക്കുക. അന്ന് അവർക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. കണ്ണിന്റെ മുന്നില ഇന്നോ ഇന്നിപ്പോ അങ്ങനെ ഒരു കല്ലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും.
കാരണം ആ കല്ലിന് വെള്ളം കിട്ടാനുള്ള ഒരു സാധ്യതയും ഇല്ല. ഇതൊരു ജാദു അല്ല, ഇതൊരു ബ്ലാക്ക് മാജിക് അല്ല, ഇതൊരു കൺകെട്ടല്ല. കൺകെട്ടുകാരൻ എന്ത് കാണിക്കാൻ കഴിയും? ഇത് യാഥാർത്ഥ്യമാണ്.